ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നക്ഷത്രക്കാരുടെ ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, ഭാഗ്യരത്നം അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞത് മകയിര നക്ഷത്രത്തിനെ കുറിച്ചാണ്. ഇന്ന് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരെല്ലാവരും ഓടി വന്നേ. അപ്പോൾ അവർ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമെന്ന് ചേച്ചി പറയാൻ പോകുന്നു. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഉപാസനമൂർത്തി നാഗദേവതകൾ. അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 4. ഭാഗ്യ ദിവസം എന്ന് പറയുന്നതോ വെള്ളിയാഴ്ച. അവർ ഇടേണ്ടുന്ന അവരുടെ ഭാഗ്യ കളറെന്ന് പറയുന്നത് ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്. അവർ ധരിക്കേണ്ടുന്ന രത്നമെന്ന് പറയുന്നത് ഗോമേതകം. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞത്. അതൊന്നും കൂടെ പറയാം. തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് നാഗദേവതകൾ. ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 4. ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച. ഭാഗ്യ കളറെന്ന് പറയുന്നത് ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്. ഭാഗ്യരത്നം എന്ന് പറയുന്നത് ഗോമേതകം. നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ വണ്ടിയോ മൊബൈലോ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ 4 കൂട്ടുമ്പോൾ 4 വരുന്നത് എടുക്കുക. അതുകൂടാതെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ചേച്ചി പറഞ്ഞ ഈ 3 കളറുള്ള ഷർട്ടോ ധരിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് അത് ആ ഇൻ്റർവ്യൂ സക്സസ് ആവും. പിന്നെ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപാസനമൂർത്തി ആരാണെന്നറിയാതാണ് നിങ്ങൾ അമ്പലങ്ങളിൽ പോയി പൂജിച്ചിരുന്നതും നമ്മൾ തൊഴുതിട്ടിരുന്നതും. പക്ഷേ ഇനി നമ്മുടെ ഉപാസനമൂർത്തിയായ നാഗദേവതകളെ നിങ്ങൾ പ്രീതിപ്പെടുത്തണം. അതുപോലെ തന്നെയാണ് ഗോമേതകമാണ് നിങ്ങൾ വിരലിൽ അണിയേണ്ടുന്ന രത്നം, കല്ല്. ഇതെല്ലാം ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 2025 നിങ്ങൾക്ക് ഓഹോന്നാവും. അതുകൊണ്ട് അതുപോലെ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. എല്ലാവരും തിരുവാതിര നക്ഷത്രക്കാരെല്ലാവരും ചേച്ചി പറഞ്ഞതുപോലെ നാഗദേവതകളെ എല്ലാം പ്രീതിപ്പെടുത്തി അമ്പലത്തിൽ പോകുമ്പോൾ, നാഗദേവതകളുടെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ പുൾവം പാട്ടുണ്ട്. അത് പാടിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ട അവിടെ മഞ്ഞപ്പൊടി എല്ലാം കൊണ്ട് ചെന്നിട്ട് അവിടെ പൂജ ചെയ്യാൻ കൊടുക്കുക. അതുപോലെ തന്നെ 100 പാലും കൊടുക്കുക. എല്ലാ പൂജകളും നിങ്ങൾ നാഗദേവതകൾക്ക് വേണ്ടി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്കി നമ്പർ നിങ്ങൾ ഓർക്കുക, 4 കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ വിശേഷപ്പെട്ട ഏത് ദിവസം ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾ ചുമപ്പും കറുപ്പും വെളുപ്പുമായ ഡ്രസ്സുകൾ ഇടാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഓരോരുത്തർ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിലും അല്ലെങ്കിൽ ദൃഷ്ടിദോഷം ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുമല്ലേ, അതുപോലെ എന്തെങ്കിലും ഏൽക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ ദുഃഖങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾ വിചാരിച്ച എല്ലാ കാര്യവും സാധിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അവരവരുടെ ഉപാസനമൂർത്തികളെ നിങ്ങൾ ആരാധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചേച്ചി അടുത്ത നാൾ പുണർന്ന നാളിൻ്റെ കാര്യം പറയാൻ നാളെ വരാം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ അമർത്തി കൊടുത്തു കഴിയുക. ചേച്ചി ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി പോയിട്ട് അഥവാ ചമിക്കട്ടെ, ഉച്ചക്കലത്തേക്ക് കഴിക്കാൻ എന്തായാലും വെക്കട്ടെ.